എന്റെ സത്യവുമാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ കാണുന്നത്. ഓരോ കവിയും പലതരത്തിലാണ് പ്രകൃതിയുമായി കാണുന്നത്. ഞാൻ പ്രകൃതിയെ കാണുന്നത് എങ്ങനെയാണ്? കാടിന്റെ മാസ്മരിക സൗന്ദര്യം, വാനിന്റെ മായാത്ത ലാവണ്യം, പൂവിന്റെ തീരാ സുഗന്ധം, ഇവയൊക്കെയാണ് എന്റെ സ്വപ്നം, ഇവയൊക്കെയാണ് എന്റെ സത്യം. ഒരു ബാല്യകാലത്തിൻ സ്മൃതി, പെയ്തൊഴിഞ്ഞ മഴയുടെ കുളിർമ, കാറ്റിന്റെ നിശബ്ദ സംഗീതം, ഇവയൊക്കെയാണ് എന്റെ സ്വപ്നം, ഇവയൊക്കെയാണ് എന്റെ സത്യം. ശരറാന്തലെരിയുന്ന വേദി, വിഷുപ്പക്ഷി ചിലയ്ക്കുന്ന പാടം, നിറമാല ചാർത്തിയ പ്രകൃതി, നിഴൽ വീണു മായാത്ത വെളിച്ചം, ഇവയൊക്കെയാണ് എന്റെ സ്വപ്നം, ഇവയൊക്കെയാണ് എന്റെ സത്യം. ഒരു പുലരിമഞ്ഞിന്റെ ആർദ്രത, ഒരു സായം സന്ധ്യതൻ ഓർമ്മ, ഒരു താരകത്തിൻ പ്രകാശം, ഇവയൊക്കെയാണ് എന്റെ സ്വപ്നം, ഇവയൊക്കെയാണ് എന്റെ സത്യം. കാരണം ഓരോ കവിയും ഓരോ കലാകാരനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് പ്രകൃതിയുടെ ആ സൗന്ദര്യവും പ്രകൃതിയുടെ ആ കുളിർമയുമാണ്. ആ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം. ഇത്രയേ ഉള്ളൂ പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഈ വർഷത്തെ ജോൺ എബ്രഹാം സ്മാരക അവാർഡ് ഈർത്ത സ്പർശം എന്ന പുസ്തകത്തിന് തന്നെയാണ്. ആ കൂട്ടത്തിൽ അതിനായി ഇതുപോലെ ഒരു സദസ്സിൽ വെച്ച് എനിക്ക് അനുമോദനം തന്നതിന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതിനുള്ള നന്ദി സാറിനോടും മറ്റധ്യാപകരോടും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അർദ്ധസ്പർശം എന്ന കവിത ആലപ്പുഴയില് ജോൺ എബ്രഹാം സ്മാരക സമിതി എവിടെ നിന്നാണ് കിട്ടിയത്, ആ കവിതയ്ക്ക് അവാർഡ് കിട്ടിയത്. കാരണം ഞാൻ അവിടെ ഒരു കവിത അവതരിപ്പിച്ചു ആ വേദിയിൽ. അങ്ങനെയാണ് ഈ പുസ്തകം വയ്ക്കാനായിട്ട് അവരെന്നോട് ആവശ്യപ്പെട്ടത്. ആ കവിത ഞാനൊന്ന് അവതരിപ്പിക്കാം. അത് കടമ്മനിട്ടയെ കുറിച്ചുള്ള ഒരു കവിതയാണ്. കടമ്മനിട്ടയുടെ 5ാം ജന്മവാർഷികത്തിൽ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയതാണ്. നിത്യതയുടെ തീരം തേടിയ കവിയെന്ന്